ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എജുസോൺ. അപ്പോൾ നമ്മുടെ ജൂൺ മാസത്തെ എക്സാം കലണ്ടർ അവിടെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ ജൂൺ മാസത്തെ നമ്മൾ ആ ഒരു ഓൾറെഡി ടെൻഡേറ്റീവ് എക്സാമിനേഷൻ കലണ്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ പറഞ്ഞിട്ടുള്ള എക്സാമിനേഷൻ സ്കിൽഡ് അസിസ്റ്റന്റ് ആണ്. അപ്പോൾ സ്കിൽഡ് അസിസ്റ്റന്റിന്റെ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മിനിയാന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ എനിവേ സ്കിൽഡ് അസിസ്റ്റന്റിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. സ്കിൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ഓരോ ഡിസ്ട്രിക്റ്റിലേക്കും എത്ര വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അത് കൂടാണ്ട് എത്ര അപ്ലിക്കൻസ് ആണ് ഉള്ളത് എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ നോക്കുവാണെങ്കിൽ സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്കാണ് വിളിച്ചേക്കുന്നത്. എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത് 19/6/2025 ആണ്. നിങ്ങൾക്ക് എന്താ ഓൾറെഡി കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 11 കേട്ടോ. ഏപ്രിൽ 11 ലാസ്റ്റ് ഡേറ്റ്, കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ജൂൺ 5 തൊട്ട് എന്താ നിങ്ങൾക്ക് അവിടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ജൂൺ 19 എക്സാം. 90 മിനിറ്റ്സ് ആണ് എക്സാം ഡ്യൂറേഷൻ. ഇംഗ്ലീഷ് തന്നെയാണ്. 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ ഇതിൽ അപ്ലിക്കൻസിന്റെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിലബസിലേക്ക് വരാം. കൊല്ലത്തേക്ക് 1347 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ഇതിന്റെ കുറച്ചും കൂടി കുറയും, ഒരു 10% ഒക്കെ എന്തായാലും കുറയുന്നുണ്ടാവും. പത്തനംതിട്ടയിലേക്കാണെങ്കിൽ 627 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഇടുക്കിയിലാണെങ്കിൽ 795 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത് കേട്ടോ. അതേപോലെ പാലക്കാടാണെന്നുണ്ടെങ്കിൽ 910 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. മലപ്പുറത്തേക്കാണെന്നുണ്ടെങ്കിലോ 739 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ 850 പേര് എന്ത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ കണ്ണൂരേക്കാണെന്നുണ്ടെങ്കിൽ 508 പേര് എന്ത് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ണൂരേക്ക് 508 പേര്. അപ്പോ നമുക്ക് ഇതിന്റെ സിലബസിലേക്ക് വരാം. അതേപോലെ എത്രയാണ് വേക്കൻസി ഉള്ള കാര്യം നമുക്ക് നോക്കാം. സിലബസ് നോക്കുവാണെങ്കിൽ നമ്മളുടെ ട്രേഡ്സ്മാന്റെ സെയിം സിലബസ് തന്നെയാണ് വന്നിട്ടുള്ളത്. 10 മൊഡ്യൂള്, 10 മാർക്ക് ഈച്ച്. ഓക്കെ, മൊഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ ബേസിക് ഇലക്ട്രിസിറ്റി ആണ്. ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, ഫ്ലക്സ്, സോൾഡറിംഗ് ടെക്നിക്ക്, പ്രോപ്പർട്ടീസ് ഓഫ് റെസിസ്റ്റൻസ്, കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, ടൈപ്സ് ഓഫ് വയർസ് ആൻഡ് കേബിൾസ്, നമ്മുടെ ലൈൻമാൻ, അതേപോലെ ഇലക്ട്രീഷ്യന്റെ ഒക്കെ സെയിം സിലബസ് തന്നെയാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ പറ്റുവാണെങ്കിൽ അതിന്റെ ഒക്കെ എന്താ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നത് ഏറ്റവും ബെറ്റർ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പം എക്സാമിന്റെ പാറ്റേൺ ഒക്കെ ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിലും ആ ഒരു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 22, 23, 24 കാലഘട്ടങ്ങളിലൊക്കെ ITI ബേസ് ചെയ്ത് കുറെ എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രീഷ്യൻ, ലൈൻമാൻ, അല്ല അതേപോലെ ട്രേഡ്സ്മാൻ, അതൊക്കെ ഒന്ന് നോക്കുക. അതൊക്കെ നിങ്ങൾ എന്താ പഠിക്കുക. ആ ഒരു ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു 30 മാർക്കിന്റെ അടുത്ത് എന്തായാലും നിങ്ങൾ സുഖമായിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. 30 കൂടുതൽ കിട്ടുന്നുണ്ടാവും. അതേപോലെ രണ്ടാമത്തെ മൊഡ്യൂൾ ഓംസ് ലോ ആണ് പറഞ്ഞേക്കുന്നത്. മൂന്നാമത്തെ മൊഡ്യൂളോ മാഗ്നറ്റിക്സ് ആണ് പറഞ്ഞേക്കുന്നത്. നാലാമത്തത് ആൾട്ടർനേറ്റിംഗ് കറന്റ് ആൻഡ് എർത്തിങ്. അഞ്ചാമത് DC മെഷീൻസ്. ആറാമത്തോ AC മോട്ടോഴ്സ്, സിംഗിൾ ആൻഡ് 3 ഫേസ്. ഏഴാമത്തെ മൊഡ്യൂൾ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്. എട്ടാമത്തെ മൊഡ്യൂൾ ഇലുമിനേഷൻ, ബേസിക് ഇലക്ട്രോണിക്സ്. ഒമ്പതാമത്തെ മൊഡ്യൂൾ പവർ ജനറേഷൻ. പത്താമത്തെ മൊഡ്യൂൾ ട്രാൻസ്മിഷൻ എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോ ഇത് സെയിം സിലബസ് തന്നെയാണ്. സിലബസ് അവിടെ ചേഞ്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളെ കൊണ്ടാവുന്ന എന്താ, കഴിഞ്ഞ ദിവസത്തെ ആ ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന്റെ സൊല്യൂഷൻസ് ഒക്കെ ഡീലായിട്ട് നോക്കുക. പിന്നെ നിമി ബേസ്ഡ് മെറ്റീരിയൽസ് നോക്കുക. ഓക്കെ, അതിൽ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം നല്ലൊരു ഐഡിയ അവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര വേക്കൻസി ഉണ്ടെന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. അതിലിപ്പോ നോട്ടിഫിക്കേഷൻ നമുക്ക് അവിടെ ഇടുക്കിയുടെ കേസിൽ മാത്രമാണ് ഒരു വേക്കൻസി എന്നുള്ള രീതിയിൽ, ബാക്കിയുള്ളതെല്ലാം ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ സൈറ്റ് നോക്കി കഴിഞ്ഞാൽ മലപ്പുറം, കോഴിക്കോടൊക്കെ ഓരോ വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വേക്കൻസീസ് മേ ബി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ എനിവേ നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.